ഡോക്ടർ സന്ദീപ്, നേരത്തെ ജംഷീർ എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു, ഒരു പോസ്റ്റ് എനിക്ക് കാണിച്ചു. കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് കട്ടൻ ചായ. എന്റെ അഭിപ്രായം ചോദിച്ചു. അഭിപ്രായം പറയാൻ അറിഞ്ഞില്ല. എന്താണ് ഡോക്ടർ സന്ദീപിന് ഇതില് കുറച്ചൊരു തമാശയിൽ എനിക്ക് തോന്നുന്നത്, പണ്ട് ഈ കോഫി ഇത്രയും കുടിച്ചു കഴിഞ്ഞാൽ ഹൃദയം ആരോഗ്യത്തിന് നല്ലതാണെന്ന് കേൾക്കും. ഇപ്പോ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഹൃദയാരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുന്നു. നാളെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ആക്ച്വലി എനിക്ക് ഓർമ്മ എൻ്റെ ഒരു സുഹൃത്തിന്, നമ്മൾ ഇടയ്ക്ക് ഫിറ്റ്നസ് ഡിസ്കസ് ചെയ്യും. മൂപ്പർ എപ്പോഴും ഭക്ഷണത്തിന്റെ കാര്യം മാത്രമേ പറയുള്ളൂ. അതായത് എന്ത് കുടിക്കണം, എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്. പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എന്നും പറയും, നീ നടക്കാൻ പോകാറുണ്ടോ? അത് പറ്റില്ല. അത് കട്ടൻ ചായയും ഇത് മാത്രം അറിഞ്ഞാൽ മതി. അതെ. സോ പറഞ്ഞ പോലെ ഈ കോർ ഇഷ്യൂസ് ആൾക്കാർ സംസാരിക്കാറില്ല. അതായത് ദിവസം ഒരു അരമണിക്കൂർ നടക്കുക, വ്യായാമം ചെയ്യുക, അതിനാണ് വളരെ സ്ട്രോങ് എവിഡൻസ് ഉള്ളത്. ഹൃദ്രോഗം അതായത് നമ്മളെ കഴിഞ്ഞ പഠനങ്ങൾ വളരെ സ്ട്രോങ് ആണ്. അതായത് നമുക്ക് ഈ എക്സസൈസ് ഡെയിലി അറ്റ്ലീസ്റ്റ് 30 minutes മിനിമം 5 to 6 days a week ചെയ്തു കഴിഞ്ഞാൽ ഹാർട്ട് ഡിസീസ് പ്രിവെൻഷൻ വളരെ സ്ട്രോങ് ആണ്. അതാർക്കും അറിയണ്ട. അത് ബോറിംഗ് ആണ്. ഈ കട്ടൻ ചായ എളുപ്പമാണല്ലോ. നാളെ പൊറോട്ട കഴിക്കുന്നത് നല്ലതാണോ എന്നൊരു സ്റ്റഡി ചിലപ്പോൾ നാളെ വന്നിരിക്കും. അപ്പൊ ആൾക്കാർ പിന്നെ അത് വൈറലോ. എന്താ ഇഷ്ടമുള്ളത് വെച്ചാൽ കുടിക്കാം. കട്ടൻ ചായെങ്കിൽ കട്ടൻ ചായ, കട്ടൻ കാപ്പിങ്കിൽ കട്ടൻ കാപ്പി. സോ ഐ തിങ്ക് ദ എവിഡൻസ് ഇസ് വെരി ലെസ്. അത് അത്ര വളരെ സ്ട്രോങ് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഇതൊക്കെ വന്നിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ദോഷം ചെയ്യില്ല, ഉപയോഗം ഉണ്ടാവാതിരിക്കാം എന്നാണ്. അല്ലേ? അതെ.